മണിപ്പൂരിൻ്റെ പല തലങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത് ഞാനിവിടെ പല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അല്ല ബേട്ടാ, ശരിയാണ്, പക്ഷെ മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞ വടക്ക് കിഴക്കിൻ്റെ ഏതോ ഒരു മൂലയിലുള്ളൊരു സ്ഥലമല്ലേ. ഞാൻ പറഞ്ഞു, പിതാവേ അങ്ങനെയല്ല, ആ പിതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മണിപ്പൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു തുടർച്ചയാണ്, പകർനാട്ടമാണ് അക്ഷരാർത്ഥത്തിൽ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മണിപ്പൂരിൽ പോകാത്ത ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടാവും. കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെ അതുപോലെ പറിച്ചു വെച്ച ഒരു ഭൂമികയാണ് മണിപ്പൂർ. നമുക്ക് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ വിശ്വാസികൾ എന്നതുപോലെ മതപരമായ മൂന്ന് വിഭാഗങ്ങളാണുള്ളതെങ്കിൽ മണിപ്പൂരിൽ മേത്തി, നാഗ, കുക്കി എന്ന് പറയുന്ന 3 വംശങ്ങളാണുള്ളത്. നമ്മളെപ്പോലെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞ ഒരു ഭൂമിക 5 വർഷത്തെ BJP ഭരണത്തിൽ എങ്ങനെയാണ് വേറൊരു രൗദ്ര തലത്തിലേക്ക് ഉരുത്തിരിഞ്ഞത് എന്നുള്ളത് മണിപ്പൂരിൽ പോയാൽ നിങ്ങൾ മനസ്സിലാക്കും. 10 മാസമായിട്ടും 60,000 ജനങ്ങൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ആ സംസ്ഥാനത്ത് നിന്ന് പലായനം ചെയ്യും. ഇംഫാൽ താഴ്വരയിൽ ഒരു കുക്കിയെപ്പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുപോലെ മണിപ്പൂരിൻ്റെ മലമ്പ്രദേശങ്ങളിൽ ഒരു മേത്തിയെപ്പോലും കാണാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ 3 തുണ്ടുകളായി ധ്രുവീകരിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മണിപ്പൂർ നമ്മൾ നൽകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സുപ്രധാന നടൻ തൃശ്ശൂരിലേക്ക് എത്തി മാതാവിൻ്റെ തലയിൽ കിരീടം വെച്ച് കൊടുക്കുമ്പോൾ കേരളത്തെ മണിപ്പൂരിൻ്റെ തലത്തിലേക്ക് മാറ്റാനാണെന്നുള്ളതിൻ്റെ ഒരു സന്ദേശം വായിച്ചെടുക്കാൻ മലയാളിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മണിപ്പൂരിൻ്റെ തനിയാവർത്തനം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ മാതാവിന് അത്ഭുത സിദ്ധിയുണ്ടെന്ന് പറയുന്നത് പോലെ മാതാവ് പ്രവർത്തിക്കുകയും ചെയ്തു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സുരേഷ് ഗോപി കിരീടം വെച്ചപ്പോൾ മാതാവ് തലകുലുക്കുകയും കിരീടം താഴേക്ക് പോവുകയും ചെയ്തു. അങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പകർന്നു നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ഒരിക്കൽ പഴച്ചാൽ തിരിച്ചു കിട്ടാൻ പറ്റില്ല എന്ന് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തെ കൈവിട്ട പല രാഷ്ട്രങ്ങളും പിന്നീട് ഖേദപൂർവം സ്മരിച്ചിട്ടുണ്ട്. ഞാൻ ഐതിഹ്യങ്ങളിലേക്ക് വരുമ്പോൾ 1-2 ചെറിയ കാര്യങ്ങൾ കൂടെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. അതായത് എങ്ങനെയാണ് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു തെളിവ് ഞാൻ പറയും. ഇപ്പം ഞാനിപ്പോൾ പ്രധാനമന്ത്രിയുടെ ആഴക്കടൽ പരിവേഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അദ്ദേഹം മയിൽപീലിയുമായി ആഴക്കടലിലേക്ക് പോയപ്പോൾ എന്താണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അടിവരയിടാൻ ശ്രമിച്ചത് എന്നുള്ളത് നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വൈപരീത്യം എന്ന് പറയുന്നത് ഭരണാധികാരി ആരാണ്, മുഖ്യ പൂജാരി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി മുഖ്യ പൂജാരിയുടെ വേഷത്തിൽ അവതരിക്കുന്നു. അദ്ദേഹം തന്നെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ പൂജാരിയുടെ യജമാനൻ്റെ വേഷത്തിൽ വരുന്നു. പക്ഷേ ഇവിടെയൊക്കെ അന്തർഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്. ഹൂ കൺട്രോൾസ് ദി പാസ്റ്റ് കൺട്രോൾസ് ദ പ്രസൻസ് ആൻഡ് മോൾഡ് ദ ഫ്യൂച്ചർ. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാർ വർത്തമാനകാല രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയും കീഴ്പ്പെടുത്തുകയും ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്യും. സൈദ്ധാന്തിക തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്വാധീനം വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഈ ആപ്തവാക്കി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് ഇന്നത്തെ ഭരണാധികാരിയെന്ന് പറയും. എന്നാൽ ചരിത്രത്തെയാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ആ ചരിത്രത്തെ നിയന്ത്രിക്കുമ്പോൾ വർത്തമാനകാലത്തെ കീഴ്പ്പെടുത്താനും ഭാവിയെ രൂപപ്പെടുത്താനും കഴിയും. ഞാൻ വടക്ക് കിഴക്കൻ മേഖലയിൽ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഐതിഹ്യങ്ങൾ നമ്മുടെ ജനവിഭാഗങ്ങളിലേക്ക് അരിച്ചെത്തി അത് ചരിത്ര നിർമ്മിതിക്ക് വഴിവെക്കുന്നത്. 2018 മാധവ്പൂർ മേള എന്നുള്ളൊരു മേള നടന്നു ഗുജറാത്തിൽ.
പ്രധാനമന്ത്രിയായിരുന്നു ആ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാർമ്മികൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയുള്ള സാംസ്കാരിക മേളകൾ നടക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ട ആൾക്കാരല്ലേ നമ്മളൊന്നും. പക്ഷേ ആ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീം, ഇതിവൃത്തം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ശ്രീകൃഷ്ണൻ്റെ ഇൻവെർട്ടർ കോമ ഐതിഹ്യമാണ്. ശ്രീകൃഷ്ണൻ്റെ ഭാര്യയായ രുക്മിണി ദേവി അരുണാചൽ പ്രദേശിൽ നിന്നാണ്. അരുണാചൽ പ്രദേശിൽ നിന്ന് ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയെ, രാജകുമാരിയായ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ച് ദ്വാരകയിലേക്ക് പോയി. ആ പോയതിൻ്റെ സ്മരണയ്ക്ക്, ഇൻവെർട്ടർ കോമ സ്മരണ, ശ്രദ്ധിക്കുക, സ്മരണയ്ക്കായി പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വലിയൊരു മേള സംഘടിപ്പിക്കുന്നു. ലളിതമാണ്. അപ്പം ഞാൻ ഈ വിക്കിപീഡിയൊക്കെ ഒന്ന് പരിശോധിച്ചു, അല്ലെങ്കിൽ പഴയ ചരിത്ര പുസ്തകങ്ങൾ നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഐതിഹ്യപ്രകാരം തന്നെ ഈ രുക്മിണി ദേവി യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശിൽ നിന്നല്ല, വിദർഭയിൽ നിന്നാണ്. 70 വരെ RSS തന്നെ പറഞ്ഞിരുന്ന രുക്മിണി ദേവി വിദർഭക്കാരിയാണെന്ന്. വിദർഭക്കാരിയായ രുക്മിണി ദേവിയെ വടക്ക് കിഴക്കൻ മേഖലയിൽ പ്രതിഷ്ഠിച്ചത് വടക്ക് കിഴക്കൻ മേഖലയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക വഴിത്താരയെ RSSന്റെ കണ്ടെത്തലിലേക്ക് ലയിപ്പിച്ചു ചേർക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ അവസാനിക്കുന്നില്ല. ഈ ഐതിഹ്യങ്ങൾ എങ്ങനെയാണ് ചരിത്രമായിട്ട് പുനർജനിക്കുന്നെന്നുള്ളതിൻ്റെ ഒരു രൂപം. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ഐതിഹ്യ കഥാപാത്രങ്ങൾ വീണ്ടും വീണ്ടും പുനർജനിക്കുകയാണ്. അർജുനൻ്റെ ഭാര്യയായിട്ടുള്ള ചിത്രാംഗത. ഞാൻ മണിപ്പൂർ പോയപ്പോൾ ഏറ്റവും കേട്ടത് ചിത്രാംഗത രാജകുമാരി യഥാർത്ഥത്തിൽ മണിപ്പൂർകാരിയാണെന്ന് പറയുന്നത്. അത് അർജുനൻ വീണ്ടും വിവാഹം കഴിച്ചു. അദ്ദേഹം എവിടെയാണ്? നാഗാലാൻഡിൽ പോയി ഉലുപ്പിയെ കഴിച്ചു. അപ്പം നോക്കുക, 100 കണക്കിന് സംസ്കാരങ്ങളുള്ള ഒരു ഭൂമികയെ RSSന്റെ ഒരു ധാരയിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി ഐതിഹ്യങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്ര നിർമ്മിതിക്ക് തയ്യാറെടുക്കുന്നു. ഈ ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയെ മുഖ്യ പുരോഹിതനായി വേഷമിടാൻ പ്രേരിപ്പിക്കുന്നത്. അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തിരിച്ചറിയുക.